വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയുണ്ടായ മമ്മൂട്ടിയുടെ വിവാദം കേരളം ചർച്ച ചെയ്യുകയാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു നടനോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പാർട്ടിയിലെ സഖാക്കളാണ് ഈ പരസ്യമായ മാപ്പിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് കാണാൻ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ മമ്മൂട്ടിക്കൊപ്പം CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് നിരന്തരം അടുത്ത് ഒട്ടിനിന്നതാണ് നടനെ ചൊടിപ്പിച്ചത്. പൊതുമധ്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയിക്കണം, പക്ഷേ ആരെയും വേദനിപ്പിക്കാതെയും അപമാനിക്കാതെയുമായിരിക്കണം പറയേണ്ടത്. മമ്മൂട്ടി പറഞ്ഞത് എപ്പോഴും കൂടെ നിൽക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുമെന്നാണ്. ആ പറഞ്ഞത് ഓൺലൈൻ ന്യൂസ് ചാനലുകളുടെ ക്യാമറയിൽ പതിയുകയും ചെയ്തു. മമ്മൂട്ടി എന്ന നടന്റെ ഈഗോയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാനും കഴിയും. വിവാദത്തിൽ മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ നടപടിയാണ് സഖാക്കളെ ചൊടിപ്പിച്ചത്. ഇത് CPM-ൽ ഭിന്നതയ്ക്ക് കാരണമാവുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിധത്തിൽ പെരുമാറിയ മമ്മൂട്ടിയോടാണ് മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞത്. തെറ്റായ സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നാണ് സഖാക്കളും പാർട്ടിയിലെ ഒരു വിഭാഗവും പറയുന്നത്. മുഖ്യമന്ത്രിയെ സൈബർ ഇടങ്ങളിൽ വിമർശിച്ച ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി. അതേസമയം മുഖ്യമന്ത്രിയെയും മമ്മൂട്ടിയെയും പിന്തുണച്ചും ഒരു വിഭാഗം കടന്നു വരുന്നുണ്ട്. ഇന്നലെയാണ് മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നീക്കം CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പാർട്ടിയുടെ സൈബർ പോരാളികൾ മമ്മൂട്ടിയെ കടന്നാക്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി നടനെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയത് പൊട്ടിത്തെറിക്ക് കാരണമായെന്ന് പറയാം. വിവാദ വീഡിയോയ്ക്ക് പിന്നിൽ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ അധിക്ഷേപങ്ങളാണ് ഉയർന്നു വന്നത്. സൈബർ ആക്രമണം പരിധി വിട്ടതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി മാപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്: മമ്മൂട്ടി എന്ന മഹാനടനെ മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹത്തോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്വന്തം പാർട്ടിക്കാരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. മമ്മൂട്ടി സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യത്തെ ക്യാമറ വസ്ത്രത്തിൽ ഒളിപ്പിച്ച് നടക്കുന്നവരെന്ന് വിവാദമാക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയുണ്ടായ മമ്മൂട്ടിയുടെ വിവാദം കേരളം ചർച്ച ചെയ്യുകയാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു നടനോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പാർട്ടിയിലെ സഖാക്കളാണ് ഈ പരസ്യമായ മാപ്പിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ വീഡിയോ പ്രചരിപ്പിച്ചതെങ്കിലും സ്വന്തം സൈബർ വിങ്ങിന് നേരെയാണോ മുഖ്യമന്ത്രിയുടെ ഈ ചോദ്യമെന്നും ചർച്ചകളുണ്ട്. പാർട്ടിക്കുള്ളിൽ പുകയുന്ന അമർഷത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് മമ്മൂട്ടിയെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ നടപടിയാണ് കടുത്ത പ്രതിഷേധത്തിലായത്. സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കെതിരെ പോസ്റ്റുകളിട്ട അണികൾ ഇപ്പോൾ വെട്ടിലായ അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് ചില ഇടത് അനുകൂല പ്രൊഫൈലുകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. അർജുൻ ആയങ്കി അടക്കം കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. പൊതുമധ്യത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ അന്തസ്സിനെ അപമാനിച്ച മുഹമ്മദ് കുട്ടിയോട് വിശാലമനസ്കനായ ആശാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു. ഇനി മമ്മൂട്ടി ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന കോഴ്സിന് മോഹൻലാലിന്റെ അടുത്ത് ട്യൂഷന് പോവുക. വിനയമാണ് മനുഷ്യനെ മഹാനാക്കുന്നത്. അതില്ലാത്തവന് വയസ്സാങ്കാലത്ത് പ്രയാസമുണ്ടാകും. ഇതായിരുന്നു പോസ്റ്റ്. വിവാദം തണുപ്പിക്കാൻ മമ്മൂട്ടിയും രംഗത്തെത്തി. ജില്ലാ സെക്രട്ടറിയെ വീഡിയോ കോളിൽ വിളിച്ചിട്ടും സംസാരിച്ചിട്ടും അമർഷം അടങ്ങിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരസ്യമായ മാപ്പ് പറച്ചിലാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഈ മാപ്പ് പറച്ചിൽ പാർട്ടിയിൽ കൂടുതൽ ഭിന്നതകളിലേക്കും ചേരിപ്പോരിനും വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയാം.